ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. അജിത് ഡോവലിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്ലാമിക് നാറ്റോ പ്രതിസന്ധിയിലാവുകയാണോ? ഇപ്പം എല്ലാ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഒരു സെക്യൂരിറ്റി പ്ലാറ്റ്ഫോമിൽ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒന്നിക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. ഖ്വാജ ആസിഫൊക്കെ അതാണ് പറയുന്നത്. പക്ഷെ സൗദിക്കൊട്ടും താല്പര്യമില്ല. കാരണം സൗദിക്ക് അജിത് ഡോവലിന്റെ ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ലഭിച്ചിരിക്കുന്നു. അവര് വീണ്ടും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകളൊക്കെ. ഇന്ത്യ കൂടി ഇത്തരത്തിലുള്ളൊരു ആവശ്യം സൗദിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടാവില്ലേ പിന്മാറുകയാണെങ്കിൽ? ഈ ഓഗസ്റ്റ് 7-ാം തീയതി, ഈ മാസം 7-ാം തീയതിയാണ് സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി ഇങ്ങനെ 3 രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു സഖ്യം രൂപീകരിക്കുന്നത്. ഒരു കൊല്ലം മുമ്പ്, അതായത് 2025 സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു സഖ്യം ഉണ്ടാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ ആ സഖ്യത്തിന്റെ ഒരു വിപുലീകരണമാണ് ഇപ്പോ നടന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ അതിലേക്ക് ഇപ്പോ ഈജിപ്ത് കൂടെ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നു. ഇതിനിടയ്ക്ക് പാകിസ്ഥാന് ഒരല്പം മസിൽ പിടിച്ചു. പാകിസ്ഥാൻ പറഞ്ഞു, ഇന്ത്യയും ഇസ്രായേലും പോലുള്ള രാജ്യങ്ങള് ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ഈ സഖ്യം ഭാവിയിൽ ഇസ്ലാമിക ഗ്രൂപ്പുകളെ സഹായിക്കും എന്നുള്ള അർത്ഥത്തിലുള്ള പ്രസ്താവനകളൊക്കെ പാകിസ്ഥാൻ പതുക്കെ ഇറക്കി തുടങ്ങി. പെട്ടെന്ന് തന്നെ സൗദി അറേബ്യ ചാടി വീണിട്ട് പാകിസ്ഥാന്റെ ഈ ഒരു ദുർവ്യാഖ്യാനത്തെ തടയിട്ടു. അപ്പൊ സൗദി അറേബ്യ വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് എ സെക്ടേറിയൻ മിലിറ്ററി ആക്സിസ് ഓർ എ പാരലൽ ബ്ലോക്ക് ലിങ്ക് ടു ന്യൂക്ലിയർ അംബിഷൻസ്. അതായത് ഇത് ഒരു ഏതെങ്കിലും വിഭാഗീയമായിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് അല്ല. അതായത് ഇതൊരു മുസ്ലിം രാജ്യങ്ങളുടെ ഒരു സഖ്യം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്ന ഒന്നാമത്. രണ്ടാമത്, ബ്ലോക്ക് ഡസ് നോട്ട് ഹാവ് എനി ന്യൂക്ലിയർ അംബിഷൻ എന്നുള്ളതും പറഞ്ഞു. ഇത് നാറ്റോയ്ക്ക് ബദലുമല്ല. ഇതിന് ഈ അണ്വായുധ സംബന്ധിച്ച എന്തെങ്കിലും താല്പര്യങ്ങളും ഈ ഗ്രൂപ്പിനില്ല. മാത്രമല്ല, സൗദി കുറച്ചുകൂടി അത് വ്യക്തമാക്കി. ദിസ് ഈസ് എയിംഡ് ടു ബോൾസ്റ്റർ റീജിയണൽ കോഓപ്പറേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി, നോട്ട് ടു ഡ്യൂപ്ലിക്കേറ്റ് നാറ്റോ. അതായത് പ്രാദേശിക സഹകരണവും സ്ഥിരതയും ഉറപ്പുവരുത്താനും ഉള്ള ഒരു സംവിധാനം മാത്രമാണ്. ഇത് നാറ്റോയ്ക്കും ബദലൊന്നുമല്ല. കാരണം ഇത് പലരും വിചാരിക്കുന്നത് പോലെ ഇതുകൊണ്ട് ആശങ്കയുണ്ടാകുന്നത് ഇന്ത്യക്ക് മാത്രമല്ല, ഇത് നാറ്റോയ്ക്ക് തന്നെ ആശങ്കയുണ്ടാക്കും. കാരണം തുർക്കിയെ നാറ്റോയുടെ ഒരു മെമ്പറാണ്. അങ്ങനെ നാറ്റോയുടെ മെമ്പറായിട്ടുള്ള തുർക്കിയെ വേറൊരു സഖ്യം രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാറ്റോയിലെ മറ്റു രാജ്യങ്ങളുണ്ട്. ആ മറ്റു രാജ്യങ്ങളുടെ താല്പര്യത്തിന് അത് ഹാനികരമാണ്. അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ഒരു സൂചന നൽകുക. അപ്പൊ തിരിച്ച് നമ്മൾ അജിത് ഡോവലിന്റെ ഈ വിഷയത്തിലുള്ള ഇടപെടലും ഇന്ത്യ സൗദിയുമായിട്ട് ഈ വിഷയം സംസാരിച്ചതും ഒക്കെ ആ വാർത്തകളും ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ പലരും വിചാരിക്കുന്ന പോലെ സൗദി അറേബ്യ ഏകപക്ഷീയമായിട്ട് പാകിസ്ഥാന്റെ കൂടെ ചേർന്നിട്ടൊന്നുമില്ല. ഈ സഖ്യത്തിൽ ഒപ്പുവെക്കുക, അതായത് ഈ ട്രൈലാറ്ററൽ ത്രിരാഷ്ട്ര സഖ്യത്തിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസം, ഓഗസ്റ്റ് 7-നാണ് കരാർ ഒപ്പിടുന്നത്. ആ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ജൂലൈ 20 തൊട്ട് 22 വരെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു, റിയാദിലുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹം സൗദി വിദേശകാര്യ മന്ത്രിയും സൗദിയുടെ മറ്റ് നേതാക്കന്മാരുമായിട്ട് വിശദമായ ചർച്ചകൾ തന്നെ അദ്ദേഹം നടത്തിയിരുന്നു. കരാർ ഒപ്പിട്ടത്, ഈ കരാർ ഒപ്പിട്ടപ്പോൾ തന്നെ സൗദി ഇന്ത്യക്ക് ചില നിർണായകമായ ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇത് ഇന്ത്യക്ക് ഒരു തരത്തിലും ഇന്ത്യയെ ബാധിക്കുന്നതല്ല. അതിനുശേഷം പാകിസ്ഥാൻ പ്രസ്താവന നടത്തിയപ്പോൾ ഇന്ത്യ കൃത്യമായിട്ട് ഇന്ത്യയുടെ നിലപാട് സൗദി അറിയിക്കുകയും ഉടൻ തന്നെ സൗദി അതിന്റെ വിശദീകരണം പുറത്തുവിടുകയും ചെയ്തു. അതായത് ഇതൊരു സെക്ടേറിയൻ ബ്ലോക്ക് അല്ല, ഇതൊരു ഇസ്ലാമിക
ഗ്രൂപ്പ് അല്ല. ഇത് അടുത്തടുത്തുള്ള മൂന്നാല് രാജ്യങ്ങൾ ചേർന്നിട്ടുണ്ടാക്കുന്ന ഒരു പ്രാദേശിക സഹകരണ ഗ്രൂപ്പാണ്. പാകിസ്ഥാൻ ഇതിൽ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കരാറിലെ ഒരു വകുപ്പാണ്, ഒരു ഉപവകുപ്പാണ്. അതായത് ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് നേരെ മറ്റേതെങ്കിലും രാജ്യം ആക്രമണം നടത്തിയാൽ അത് എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായിട്ട് കരുതപ്പെടും എന്നുള്ള കരാറിന്റെ ഒരു വകുപ്പാണ് പാകിസ്ഥാൻ അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് സ്വാഭാവികമായിട്ടും അത് നടക്കുന്ന കാര്യമല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാണ്. കാരണം സൗദിയുടെ നമുക്കറിയാം ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറികളാണ് ഈ അറാംകോയുടേത്. ആ സൗദി അറാംകോയുടെ ഒരു റിഫൈനറിക്ക് നേരെ ഒരു ആക്രമണം നടന്നു. ആ ആക്രമണം നടത്തിയത് ഹുതികളാണ്. ചെങ്കടലിനോട് ചേർന്നുള്ള സ്ഥലത്തുള്ള ഒരു റിഫൈനറിക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. അപ്പൊ വളരെ കൃത്യമായിട്ട് ആ ആക്രമണം നടക്കുമ്പോൾ ഈ കരാർ പ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ, അതായത് ചെങ്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ജിസാൻ എന്ന ഒരു പ്രദേശമുണ്ട്. ആ ജിസാൻ എന്ന പ്രദേശത്തുള്ള അറാംകോയുടെ റിഫൈനറിക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. അത് മാത്രമല്ല, യമനിൽ സൗദി പട്ടാളം നിലനിൽക്കുന്ന അൽമഖ എന്ന പോർട്ട് സിറ്റി ഉണ്ട്. അവിടെയും ഹുതികൾ ആക്രമണം നടത്തി 7 ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടു. അതിൽ സൗദി പട്ടാളക്കാരും ഉൾപ്പെടുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം നടക്കുന്ന ഈ ആക്രമണം, സൗദിക്ക് നേരെ നടന്ന ആക്രമണം സ്വാഭാവികമായിട്ടും തുർക്കിക്കും പാകിസ്ഥാനും നേരെയുള്ള ആക്രമണമാണ്. അതിനാൽ ഹുതികളെ ആക്രമിക്കാൻ മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. ഹുതികൾക്ക് നേരെ ആക്രമണം നടത്താൻ പാകിസ്ഥാനോ അല്ലെങ്കിൽ തുർക്കിയോ തയ്യാറായില്ലല്ലോ. അപ്പൊ തന്നെ ഈ ഇസ്ലാമിക് നാറ്റോയുടെ അർത്ഥശൂന്യത, പൊള്ളത്തരം, കള്ളത്തരം അതൊക്കെ വെളി വന്നിരിക്കുകയാണ്. ഇതിൽ ഓരോരുത്തർക്കും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അത് ചുളുവിൽ സാധിച്ചെടുക്കാമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഇത് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യ ഈ വിഷയത്തിൽ വലിയ ഒരു വികാരപ്രകടനമൊന്നും നടത്താതിരുന്നത്. നമുക്കറിയാം, ഞാനിപ്പോ ഈ ജൂലൈ 20 തൊട്ട് 22 വരെ അജിത് ദോവൽ റിയാദിലുണ്ടായിരുന്ന കാര്യം പറഞ്ഞു. അതിനു മുമ്പ് അദ്ദേഹം മെയ്യിലും ഫെബ്രുവരിയിലും സൗദി സന്ദർശിച്ചിരുന്നു. ഈ വർഷം അദ്ദേഹത്തിന്റെ 3ാമത്തെ സന്ദർശനമായിരുന്നു ഈ ജൂലൈയിൽ നടന്നത്. അപ്പൊ കൃത്യമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ഇന്ററാക്ഷൻ സൗദി അറേബ്യക്കുണ്ട്. ഇവിടെ സൗദി അറേബ്യ എന്ന രാജ്യം തിരിച്ചറിയുന്നത് തുർക്കിയായിട്ടോ ഈജിപ്തുമായിട്ടോ പാകിസ്ഥാനായിട്ടോ സഖ്യത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് സൗദിക്ക് നേട്ടമൊന്നുമില്ല. ഇവരൊക്കെ തന്നെ സൗദിയുടെ പണപ്പെട്ടിയിൽ നിന്നും കുറച്ച് പൈസ ഞങ്ങൾക്കൂടെ കിട്ടും എന്നുള്ളതാണ്. പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് $10 ബില്യൺ ആണ്. അതിനാണ് 25,000 പാകിസ്ഥാൻ പട്ടാളക്കാരെ സൗദിയുടെ കിഴക്കൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നു. തുർക്കിക്കും പൈസ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്, ഈജിപ്തിനും കിട്ടിയാൽ കൊള്ളാവുന്നു. സൗദിയുടെ പണപ്പെട്ടിയിലാണ് ഈ ബാക്കി 3 രാജ്യങ്ങളുടെയും കണ്ണ്. ഇത് സൗദിക്ക് അറിയാം കൃത്യമായിട്ട്. സൗദി വിചാരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പട്ടാളം അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിലും അതുപോലെ മറ്റു വിഷയങ്ങളിലും ഒക്കെ തന്നെ അതായത് ഹുതികളെ നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങിയാലും ഇറാൻ ആക്രമിക്കാൻ തുടങ്ങിയാലും ഒക്കെ ഈ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സാന്നിധ്യം ഹുതികളെയും ഇറാനെയും പിന്തിരിപ്പിക്കും എന്നുള്ള മിഥ്യാധാരണയിലാണ് സൗദി അറേബ്യ നിൽക്കുന്നത്. അല്ലാതെ ഇന്ത്യയെ ആക്രമിക്കാം എന്നുള്ള ഒരു ദിവാസ്വപ്നവും അവർ കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള പല പ്രതിരോധ വിദഗ്ധരും സൗദിക്കും തുർക്കിക്കും ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്നലെ വരെ നിങ്ങൾക്ക് നേരെ ഒരു ന്യൂക്ലിയർ ആണവ ഭീഷണി ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ 3 പേരൂടെ ഒരു സഖ്യരാജ്യമായാൽ പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യയിൽ നിന്ന് നേരിടുന്ന ആണവ ഭീഷണി അത് നിങ്ങൾക്കും ഉണ്ടാവും. കാരണം ഇന്ത്യയുടെ അണ്വായുധം വഹിക്കുന്ന അഗ്നി മിസൈലെ അഗ്നി 5 വേണ്ട, അഗ്നി 4 പോലും തുർക്കിയിൽ വരെ ചെല്ലാം, സൗദി അറേബ്യയിലും ചെല്ലാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആണവ ഭീഷണി പാകിസ്ഥാന് നേരെ മാത്രമുള്ള ഇന്ത്യ ഒരു കാരണവശാലും സൗദിക്ക് നേരെ ആക്രമണം നടത്തില്ലായിരുന്നു. പക്ഷേ ഈ സഖ്യ ഉടമ്പടിയിൽ ഒപ്പിട്ടതോടുകൂടി യഥാർത്ഥത്തിൽ സൗദിക്ക് പുറത്തു നിന്നുള്ള ഭീഷണികളുടെ ഒരു ഡൈമെൻഷൻ
ഒരു തലം വർദ്ധിച്ചിരിക്കുന്നതായിട്ട്. എന്ന് വെച്ചിട്ട് ഇന്ത്യയും സൗദിയും തമ്മിൽ യുദ്ധത്തിന് പോകുമെന്നോ സൗദി പട്ടാളം പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് പാകിസ്ഥാനിൽ എത്തുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല. പക്ഷേ തിയററ്റിക്കൽ തത്വത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു ഭീഷണി, അതായത് ശത്രു രാജ്യങ്ങൾ 3 രാജ്യങ്ങളും ഒപ്പം നിൽക്കുകയും പാകിസ്ഥാനെ ആക്രമിച്ചാൽ അത് സൗദിയെ ആക്രമിക്കുന്ന പോലാണ് ഞങ്ങളും തിരിച്ചടിക്കും തുർക്കിയും തിരിച്ചടിക്കും എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും അവരെ എതിർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പ്രയോഗിക്കുന്ന ആയുധങ്ങളുടെ അതേ തലത്തിൽ നിന്നുകൊണ്ട് ആ പ്രതിരോധം തീർക്കാൻ ഇന്ത്യ നിർബന്ധിതമാകും. അങ്ങനെ പ്രതിരോധം തീർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആണവായുധ ഭീഷണി അവർക്ക് നേരിടേണ്ടി വരും. യഥാർത്ഥത്തിൽ അവർ കാണിച്ച വലിയൊരു മണ്ടത്തരമാണ്. സൗദി അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് സൗദി വെപ്രാളപ്പെട്ട് ഞങ്ങള് ഇങ്ങനൊന്നുമുള്ള സഖ്യത്തിലില്ല, ഈ സഖ്യം അങ്ങനെ അല്ല എന്നൊക്കെയുള്ള ക്ലാരിഫിക്കേഷൻ, സ്പഷ്ടീകരണങ്ങൾ അവരെ പുറത്തിറക്കുന്നത്. പക്ഷെ ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ യുദ്ധം ഉണ്ടാകുമ്പോൾ ഈ ഇത്തരം ക്ലാരിഫിക്കേഷൻസിനൊന്നും വലിയ സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ പല ഊഹാപോഹങ്ങളും ആ യുദ്ധ സമയത്ത് പ്രചരിക്കും, അതൊക്കെ അവിടെ നിലനിൽക്കും. എന്തായാലും ശരി, സഖ്യം ഒപ്പിട്ട് മൂന്നാമത്തെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ സൗദി അറേബ്യ അതിന്റെ സ്വഭാവത്തെ തള്ളിപ്പറയുമ്പോൾ ഈ ഇസ്ലാമിക നാറ്റോ എന്ന ഒരു സങ്കല്പത്തിന് തന്നെ ഒരു പ്രസക്തിയുമില്ല എന്നുള്ള കാര്യം പുറത്തു വരികയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിലെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ കൂടുതൽ വെളിവരും. കാരണം ഇത് ഇറാനും എതിരാണ്, ഇത് സുന്നികളുടെ ഒരു സഖ്യമാണ്. ഇത് സുന്നികൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് എങ്ങനെ ഇസ്ലാം ഗ്രൂപ്പ് ആകാനാണ്? ഇത് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നില്ല, ഇത് സുന്നി വഹാബികളുടെ സഖ്യമാണ്. ഒമാൻ പോലും ഇതിനെതിരെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് വരുന്ന ദിവസങ്ങളിൽ ഇതിലെ ആന്തരിക വൈരുദ്ധ്യം മൂലം ഇത് ഇംപ്ലോഡ്, അതായത് അകത്തുനിന്ന് ഇത് പൊട്ടിത്തെറിച്ചില്ല. ഇന്ന് ബലൂചിസ്ഥാൻ ഇപ്പൊ അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബലൂചിസ്ഥാന് അവിടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. പാകിസ്ഥാന് സ്വന്തം രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രവേശിക്കാൻ കഴിയുന്നില്ല. പിന്നല്ലേ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ വലിയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇവിടെ നടക്കുന്ന, പാകിസ്ഥാനിൽ നടക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ പറയുന്ന സുന്നി നാറ്റോ ചില ഇന്ത്യയിലെ ചില സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ചില മാധ്യമങ്ങൾ നടത്തിയ ഒരു അവർക്ക് അവരുടെ ഇഷ്ടരാജ്യമായ പാകിസ്ഥാന് സംഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഓർത്ത് അവർ വെപ്രാളപ്പെട്ടിട്ട് അവർ പുതിയ ന്യായീകരണങ്ങൾ കണ്ടെത്തിയതാണ് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. എന്തായാലും ശരി, ഇന്ത്യയുടെ ഒരൊറ്റ നോട്ടത്തിൽ സൗദി അറേബ്യ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സൗദി അറേബ്യ ഇത്തരം വർഗീയ ധ്രുവീകരണങ്ങളുടെ കൂട്ടല്ല എന്ന് സൗദി അറേബ്യ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും വിശദീകരണങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതയും കൈവരുമ്പോൾ നമുക്ക് കൂടുതൽ വിശദീകരണങ്ങളും വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.